ജോലി അല്ലാഹുവിന്റെ പൊരുത്തമാണ്. ഭർത്താവിന്റെ വീട് അത് കണ്ണൂർക്കാർക്ക് ബാധകല്ലല്ലോ ഉസ്താദേ അല്ലേ? അതിനിപ്പോ വേറെ പറയാണ്ട്. നിങ്ങൾ പറഞ്ഞാൽ പിന്നെ പോകാൻ വിടൂല. നിങ്ങൾ ഒരൊറ്റ ഹദീസ് പറയാൻ, അൽമർഅതു വൽമർഅതു റാഇയത്തുൻ അലാ അഹ്ലി ബൈതി സൗജിഹാ വവലദിഹി. നിങ്ങളുടെ ഒരു പെണ്ണ്, കല്യാണം കഴിച്ചു പോകുന്ന പെണ്ണ് തന്റെ ഭർത്താവിന്റെ വീട്ടിൽ ഇങ്ങനെ റാഇയത്തുൻ, അവൾ ഉടമസ്ഥയാണ്, അവൾക്ക് അധികാരമുണ്ട്. അലാ അഹ്ലി ബൈതി സൗജിഹാ, തന്റെ ഭർത്താവിന്റെ വീട്ടുകാരിൽ ഉത്തരവാദിത്വമുള്ള ആളാണ് കല്യാണം കഴിഞ്ഞു പോകുന്ന പെണ്ണ് ഭർത്താവിന്റെ വീട്ടിൽ നിന്ന്. അപ്പൊ മനസ്സിലായില്ലേ എന്താ പിന്നെ അർത്ഥം? വവലദിഹി, ഭർത്താവിന്റെ മക്കളുടെ വിഷയത്തിലും പെണ്ണിന് അധികാരമുണ്ട്. അതുകൊണ്ട് തന്റെ കീഴിലുള്ള വിഷയങ്ങൾ ക്ലിയർ ആണെന്ന് ഉറപ്പുവരുത്തൽ ഒരു പെണ്ണിന്റെ ബാധ്യതയാണ്. ഇപ്പൊ എവിടെയാ പെണ്ണ് പോയി നിൽക്കേണ്ടത്? ഭർത്താവിന്റെ വീട്ടിലാണ്. ഇപ്പോഴൊന്നും മാറ്റണ്ട. ഇത് സിസ്റ്റം ഞാൻ വിചാരിച്ചാൽ നടക്കൂല. ഞങ്ങൾക്ക് പറഞ്ഞുതരാണ്. മെല്ലെ എന്ത് ചെയ്യണം? അതിന് കുറച്ച് സൗകര്യങ്ങളൊക്കെ പെണ്ണുങ്ങൾക്കുണ്ട്, അതിന് കുറച്ച് അസൗകര്യങ്ങൾ ആണുങ്ങൾക്കുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് സ്വാപ്പ് ചെയ്തിട്ട് നബിതങ്ങളുടെ ആ ചര്യയിലേക്ക് നമുക്ക് മെല്ലെ അങ്ങോട്ട് മാറാൻ പറ്റുമോ എന്ന് പരിശ്രമിക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പെണ്ണുങ്ങളൊന്നും ഇതിന് ആമീൻ പറയൂല. ആണുങ്ങൾ വേണമെങ്കിൽ പറഞ്ഞോളി, നിങ്ങൾ പറഞ്ഞോളി പെണ്ണുങ്ങളെ, അതിൽ ഖൈറുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തആല നമ്മുടെ ജീവിതം ഖൈറാക്കി തെരുമാറാകട്ടെ. ഒരു ദിവസം എന്തെല്ലാം നന്മകൾ ചെയ്യാൻ പറ്റുമോ നന്മകളെല്ലാം മുഴുവനാക്കിയെടുത്ത് ഒരുപാട് നന്മകൾ, ഒരുപാട് പുണ്യം മുസ്ലിമീങ്ങൾക്ക് എന്നും ചെയ്യാൻ പറ്റുന്ന ഡെയിലി ജീവിതത്തിൽ വന്നു പോകുന്ന വിഷയം, ആരാണ് മുസ്ലിം നബിയെ? മനിൽ മുസ്ലിം, ആരാണ് മുസ്ലിം നബിയെ? നബിയുടെ മറുപടി, അൻ യുസ്ലിമ ഖൽബുക ലില്ലാഹ്, നിന്റെ ഹൃദയം നീ അല്ലാഹുവിന് കൊടുത്താൽ നീയാണ് മുസ്ലിം. വയസ്ലം